ആർക്കാച്ചാ രാവിലെ സുഖമില്ലെന്ന് പറഞ്ഞത്? ഓ അതോ അതാ ചങ്കുവിന്റെ അനുദ്രവം ചെറുക്കനാ. അവൻ ആ വ്യക്തിപ്പെട്ടുമായിട്ട് വഴക്കുണ്ടായി. അയാള് 4 തടിമാടന്മാരെ വെച്ച് തല്ലിച്ചു. തലയ്ക്ക് അടിയേറ്റത്. വലിയ കഷ്ടമായി പോയി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ രക്ഷയില്ല. അയ്യോ, അതിന് നിനക്കെന്താ? നിന്റെ ആരെങ്കിലും വന്നോ? എന്നാലും ആ അത് ശരിയാ. ഏതായാലും ഭ്രാന്ത് തീർച്ചയാ. ഇപ്പൊ തന്നെ കാക്കയെന്നോ കുയിലെന്നോ ഒക്കെ പിച്ചും പേരും പറയുന്നുണ്ട്. അങ്ങനെ പറയാതെച്ചാ. നിനക്കെന്താടി കൂടി പോയാൽ ചത്തുപോകായിരിക്കും. ഇപ്പൊ എന്താ ഇത്ര ദുഃഖം? ഇത്രയും നേരമായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നിയോ? സാരമില്ല മോളെ, സ്നേഹമുള്ളിടത്തെ പിണക്കവും ദേഷ്യവും ഉള്ളൂ. അവൻ ഒരു കുഴപ്പമില്ല, എല്ലാം എനിക്കറിയാം. നീ കാലത്ത് പോയി കണ്ടാ മതി. ഇപ്പൊ പോയി കിടന്നുറങ്ങ. കുയിലേ, കുയിലേ, എന്നോട് ക്ഷമിക്കൂ ശ്യാം. എനിക്ക് മടുത്തു ഇവിടെ താമസിച്ചിട്ട്. ഏതായാലും വലിയ വീട്ടിൽ വെക്കാനും വിളമ്പാനും ഒക്കെ ആരെങ്കിലും വേണ്ടേ? വേണം. എന്നാൽ പിന്നെ എനിക്കങ്ങോട്ട് പോന്നൂടെ? നീ വലിയ വീട്ടിലെത്തിയ പിന്നെ ഇവിടെ ആരാ? ഞാനുള്ളപ്പോൾ നിങ്ങൾക്ക് എന്തിനാ മറ്റൊരു പെണ്ണ്? ഒന്ന് പോരാട്ടമുണ്ടല്ലേടി നീ ഉണ്ടായത്. പതുക്കെ പതുക്കെ നടന്നാ മതി. നമുക്കിവിടെ ഇരിക്കാം. കുയിലേ, എന്തെങ്കിലും പറയുന്നേ. എന്താ പറയാ? ഈ മരങ്ങളെ കുറിച്ചോ, ഇവിടുത്തെ പുഴയെ കുറിച്ചോ, കുയിലുകളെ കുറിച്ചോ എന്തെങ്കിലും? ആ, ഈ അമ്പലത്തിന്റെ നട തുറക്കാത്തതിന്റെ കഥ പറയാന്ന് പറഞ്ഞില്ലേ, എന്താ അത്? പറയട്ടെ. പണ്ട് 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 എന്താ ചിരിക്കാൻ? വലിയ തമാശ പറഞ്ഞ പോലെ. ഞാൻ പോണു. വേണ്ട വേണ്ട, ഞാൻ പറയാം. പണ്ട് പണ്ട് വർഷങ്ങൾക്ക് ശേഷം, തെറ്റിപ്പോയി. വർഷങ്ങൾക്ക് മുൻപ് ഈ നാട്ടിലൊരു രാജാവ് ഉണ്ടായിരുന്നു. പുഴയ്ക്കപ്പുറം വരെയായിരുന്നു രാജാവിന്റെ അതിർത്തി. ഇത് മറ്റൊരു നാട്. രാജാവിനൊരു രാജകുമാരി. ഒരു ദിവസം രാജസദസ്സിൽ ഒരു ഗായകൻ പാടാനെത്തി. ഒരു പാവം പാട്ടുകാരൻ. ഗായകന്റെ പാട്ട് കേട്ട് രാജകുമാരി സർവവും മറന്ന് അയാളെ സ്നേഹിച്ചു. അവർ പിന്നെയും കണ്ടു. അപ്പോഴേക്കും മന്ത്രികുമാരനും സൈന്യവും അമ്പലം വളഞ്ഞു. നിവർത്തിയില്ലാതെ ഈ മണി ആട്ടിവിട്ടു. ആടി വന്ന അതിന്റെ മുന്നിൽ അവർ കെട്ടിപ്പിടിച്ചു നിന്നു. അത് വന്നടിച്ച് തല പൊട്ടി അവർ മരിച്ചു. അവരുടെ ചോര തെറിച്ചു വീണ് ആ കൽവിളക്കിൽ തളം കെട്ടി നിന്നു. അത് പിന്നെ കുങ്കുമമായി തീർന്നു. രാജകുമാരിയുടെയും ഗായകന്റെയും ചോര ശ്രീകോവിലിനുള്ളിലേക്ക് തെറിച്ചു വീണു. അന്ന് അടഞ്ഞു പോയതാണ് ഈ വാതിൽ. പിന്നെ ഇതുവരെ തുറന്നിട്ടില്ല. ആർക്കും തുറക്കാനോട്ട് കഴിയുമില്ല. കഷ്ടമായി പോയി ഇല്ലേ? നമ്മളെപ്പോലെ അവരും ഇവിടെ വന്നിരുന്നിട്ടുണ്ടാവും. നമ്മളെപ്പോലെ
അവരും കുയില് കൂവി ഒളിച്ചു കളിച്ചിട്ടുണ്ടാവും. വാ ശങ്കു, എന്താ ഒരു ശങ്ക? എന്തൊക്കെയോ ഇന്നലെ ചാരായം തലയിൽ കയറിയപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. നീ അതൊന്നും മനസ്സിൽ വെക്കരുത്. അത് പറയാൻ ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. പറ്റിയത് പറ്റി. അതിന് വൈകുന്നേരം നമുക്കൊന്ന് ഘോഷിച്ചു കളയാം. എന്റെ നല്ല കാലം. ചിട്ടി ഇവിടെ ഇല്ല, രാവിലെ പിരിവിന് പോയിരിക്കുക. അവൾ ഉണ്ടായിരുന്ന ഈ സുഖമായിരുന്നു. അയ്യോ, എന്നാ വരുമ്പേ ഞാൻ സ്ഥലം വിട്ടേക്കാം. വന്ന സ്ഥിതിക്ക് എന്റെ മോളുടെ കയ്യിൽ ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതി. മോളെ 2 ചായ പൊട്ടിട്ടു. ഞാൻ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് ദേഷ്യപ്പെട്ട് ചായയിൽ ഉപ്പം എത്തുകയായിരുന്നേ. ഒരു നല്ല ചായ കൊണ്ടുവന്ന ഇപ്പൊ ഇവിടെ ഈ നിമിഷം കല്യാണം ഉറപ്പിക്കാം. ഇനിയും പോരെങ്കിൽ ഈ നിമിഷം മുൻകൂറായി വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ശങ്കുവേറ്റോ? ഏറ്റു. കിട്ടേണ്ട കിളി പറന്നുപോയി. പകരം എനിക്കൊരു കിളി കിട്ടി. മീതു, എന്തോ ഏതാ പൈങ്കിളി? എടാ മോനെ, ഒരു നല്ല വാർത്തയുണ്ട്. എന്താടാ മോനെ നിനക്കൊരു വിഷമം പോലെ? ഒന്നുമില്ല. ഒന്നും വിഷമിക്കണ്ട. നിന്റെ എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടക്കും. ഇത് കണ്ടോ, ചെറിയ കുഞ്ഞ് കോടി വിലയെന്ന് എഴുതിയിരിക്കുന്നു. നിനക്ക് ജോലി ശരിയായിട്ടുണ്ടെന്ന്. അടുത്ത മാസം 1-ാം തീയതി അവിടെ എത്തണം. നീ വിഷമിക്കണ്ട. ആ പെണ്ണിനെ കാണാതിരിക്കാൻ നിനക്ക് പറ്റൂല അല്ലേ? പോകുമ്പോ അവളെ കൊണ്ടുപോക്കോ. അതിനു മുമ്പ് 2-നെയും കൂട്ടി കെട്ടി വിട്ടേക്കാം. പോരെ? ശങ്കുണി മാമ. അതേടാ മോനെ, ശങ്കുണി മാമൻ തന്നെയായി പറയുന്നത്. എന്റെ മോൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അത്രയും ആവുമായിരുന്നു. ദൈവം വിധിച്ചില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് ഒരു സങ്കടവുമില്ല. നീ എന്റെ മോൻ തന്നെയാ. ശങ്കുണി മാമ. എന്റെ പൊന്നു മോളെ, ഒരിടത്തേക്കും ഓടിപ്പോവല്ലേ. ചേട്ടൻ പോയി കുയിലിനെ കണ്ടിട്ട് ഓടി വരാം. മരിച്ചവർ തിരിച്ചു വരുവോ? എല്ലാം ഓരോരുത്തരുടെ വിധിയാണെന്ന് കരുതിയാ മതി. അല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ കഴിയ? എന്റെ അച്ഛൻ എനിക്കെല്ലാമായിരുന്നു. എനിക്കറിയില്ലേ. ആ ദേ, ഞാനൊരു കാര്യം കാട്ടിയ നിനക്ക് വേദന ഉണ്ടാവൂ? എന്താ? ഇതെങ്കിലും പൊട്ടാതിരിക്കട്ടെ. ചിപ്പു, ചിപ്പു,
നിന്റെ ചേച്ചി മരിച്ചതിൽ പിന്നെ നീ ആകെ മാറിപ്പോയി. നിനക്ക് അമ്മയും കൂടിയായിരുന്നവരെന്ന് എനിക്കറിയാം. അവർ മരിച്ചതിൽ എന്റെ ചേച്ചിയെ കൊന്നതാണ് നിനക്കറിയോ? ചിത്തു, ഞാനെന്തോ അറിയാതെ പറഞ്ഞു പോയി. നീ ഇതാരോടും പറയരുത്. പറയൂ. ഇല്ല. പറഞ്ഞാൽ എന്റെ അച്ഛനും ഇതാ ഇന്ന് വരെയുള്ള കണക്ക് തീർത്തുള്ള കാശാണിത്. കൂടുതലുണ്ട്. ഇന്നു മുതൽ നീ വണ്ടി ഓടിക്കണ്ട. മാത്രമല്ല നാളെ പുലരും മുമ്പ് ഈ നാട്ടിൽ നീ പൊയ്ക്കൊള്ളണം. തമ്പുരാൻകുട്ടിക്ക് ഇഷ്ടമില്ലാത്തവരാരും ഈ നാട്ടിൽ ജീവിക്കാറില്ല എന്നുകൂടി നീ ഓർത്തു. എന്തും ചെയ്യാൻ മടിക്കാത്തവനാ തമ്പുരാൻകുട്ടി. 2 പ്രാവശ്യം ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പോ അമ്മയെ അയാള് ആള് വിട്ട് വിളിച്ചിട്ടുണ്ട്. എന്തിനാണാവോ? ഇന്ന് തന്നെ ഞാൻ ശങ്കുണ്ണി മാമയോട് പറയാം. 1-ാം തീയതി ജോലിക്ക് ചേരാനാ പറഞ്ഞത്. ഇനിയും 7 ദിവസം ഉണ്ടല്ലോ. അതിനിടെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് പോവാം. ഈ മല കയറണ പിന്നെ തമ്പുരാൻകുട്ടിക്ക് എന്താ ചെയ്യാനാവുക? എന്തോ എനിക്ക് പേടിയാവുന്നു. കുയില് പേടിക്കണ്ട, എല്ലാം ശരിയാവും. എന്റെ ഈശ്വരന്മാരെ, ഞാൻ എന്താ ഈ കാണുന്നത്? എന്റെ കണ്ണ് വഞ്ചി പോകുന്നു. ഇത് മുഴുവനും മീനുവിനുള്ളതാണ്. തമ്പുരാൻകുട്ടി പറയുന്നത് നേരാണോ? തമ്പുരാൻകുട്ടി എന്തിനാ കൗസല്യമ്മയുടെ കള്ളം പറയുന്നത്? ഈ മാല അമ്മയ്ക്കിരിക്കട്ടെ, നന്നായിട്ട് ചേരും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തമ്പുരാൻകുട്ടി നല്ലവനാ, എനിക്കറിയാം. എന്റെ മോക്കെ രാജയോഗം ഉണ്ടെന്നാ അവളെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ മാസം കഴിഞ്ഞാൽ പിന്നെ കർക്കിടകമാണ്. അതിനു മുമ്പ് നമുക്കതങ്ങ് നടത്തണം. എന്റെ പാർവതി പോയ പിന്നെ ഒരു ഐശ്വര്യം ഈ വീട്ടിനില്ല. വീടായാൽ ഒരു പെണ്ണ് വേണ്ടേ കൗസല്യാമ്മേ? തമ്പുരാൻ കുഞ്ഞു ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. എന്റെ മീനു മോള് പാർവതിയെ പോലെ തന്നെയാണ്. നമുക്ക് നാളെ തന്നെ മുഹൂർത്തം നിശ്ചയിക്കാം. ഈ ഭാഗ്യമുള്ളവളാ മോളെ. ഏതാ ഈ മാല? എങ്ങനെയുണ്ട്? തമ്പുരാൻകുട്ടി തന്നതാ. അവൻ നിന്നെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞു. അമ്മേ എന്താടി? 2-ാം കെട്ടാണെങ്കിലും കിഴവനൊന്നും അല്ലയേ. 1 കെട്ടത്തേക്ക് വയസ്സാവാതെ ചിന്ന പയ്യൻ എനിക്ക് വേണ്ടി കല്യാണം. ഒരുത്തം കെട്ടവളെ വേണാത്തനം പറയാതെ ഞാൻ വാക്ക് കൊടുത്തതാക്കും. അച്ഛനും ശങ്കുണ്ണി മാമയ്ക്ക് വാക്ക് കൊടുത്തതല്ലേ? എടീ, അത് വെറും വാക്ക്. അത് മാത്രമല്ല, വാക്ക് കൊടുത്തോ മരിച്ചും പോയി. ആ ഉണക്ക ചെറുക്കൻ എവിടെ കിടക്കുന്നു? നമ്മുടെ തമ്പുരാൻകുട്ടി എവിടെ കിടക്കുന്നു? നാളേക്ക് നിശ്ചയമാക്കും. ഞാൻ വാക്ക് കൊടുത്തു വന്നിരിക്കാൻ. അമ്മേ, എന്തു വന്നാലും ഞാൻ ശ്യാമിനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല. സത്താലും ശരി. എന്ത് പറഞ്ഞത്? മൂധേരി. ഇനി ആ പേര് ഇവിടെ കേട്ടാ നിന്നെ ഞാൻ വെട്ടി കൊല്ലും പറഞ്ഞേക്കാം. ഇനിയും പറയും, മരിക്കണം ഞാൻ പറയും. നീ പറയല്ലേ? ഒന്നില്ല നീ ചാവും, അല്ലെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തും. ജാതകം നല്ല പൊരുത്തമുണ്ട്. പക്ഷേ കർക്കിടകത്തിന് ഇനി 6 ദിവസമുള്ളൂ. അതിനിടയ്ക്ക് നല്ല മുഹൂർത്തങ്ങളൊന്നുമില്ല. അല്ല ജോത്സ്യരെ, അത് ഒന്നുകൂടെ നോക്കിക്കേ. അങ്ങനെ വെച്ചാൽ ചിങ്ങം തുടങ്ങട്ടെ അല്ലേ ജോസിയരെ? ആ നോക്കട്ടെ. ഒരു ദിവസം കൂടെ ഇല്ലാതിരിക്കാൻ വഴിയില്ല. ഉണ്ട്, ദിവസമുണ്ട്. 3 ദിവസം കഴിഞ്ഞ് ഒരു നല്ല മുഹൂർത്തമുണ്ട്. പക്ഷേ വെളുക്കുന്നതിന് ഒരു നാഴിക മുമ്പാണെന്നേ ഉള്ളൂ. ആ അതിനെന്താ, അതിങ്ങോട്ട് കുറിച്ച് തന്നേക്ക് ജോത്സ്യരെ. എന്ത് പറയുന്ന കൗസല്യാമ്മേ? മുഹൂർത്തം നല്ലതാണെങ്കിൽ 7 ദിവസമായ എന്താ? ആ എന്നാ പിന്നെ വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. കൗസല്യാമ്മ ഒന്നും അറിയണ്ട. പിന്നെ പണത്തിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലേക്ക് വന്നാൽ മതി. ഞാൻ ഇറങ്ങുന്നു. എന്താണ് തനിക്കിവിടെ കാര്യം? ഗണുവിന്റെ വീടല്ലേ? ആ അതൊക്കെ കഴിഞ്ഞില്ലേ? സ്ത്രീകൾ മാത്രമുള്ള വീടാ. കയറി ഇറങ്ങി നാട്ടുകാരെ കൊണ്ട് അതും പറയിപ്പിക്കരുത്. കൗസല്യാമ്മേ, എന്തോ എന്റെ ജോലിക്കാർ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല.
കുഞ്ഞു പൊയ്ക്കൊള്ളാം, ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ വരട്ടെ. എന്താ കൗശല്യം നീ കണ്ടത്? മനസ്സിലായില്ലേ? നീലുവിന്റെ കല്യാണം നിശ്ചയിച്ചു, തമ്പരാമുട്ടിയായിട്ട്. ആ പിന്തുണനെ പിടിച്ച് ഈ കാലമാറ കൊടുക്കാൻ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? പിന്നെ തെരുവ് പട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി നടക്കുന്ന തന്റെ അനന്തരവന് എന്റെ മോളെ പിടിച്ചു കൊടുത്തിട്ട് അവളും കൂടെ തെണ്ടുന്നത് ഞാൻ കാണണം, അല്ലേ? എന്ന് പറഞ്ഞത് അതല്ലേ? പറഞ്ഞവരൊക്കെ പറഞ്ഞിട്ട് പോയി. ഇനി കാണേണ്ടത് ഞാനാണ്. കൂടുതൽ ഒന്നും പറയണ്ട. ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരണ്ട. കുയിലെ, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ വയ്യ കുയിലെ. ഇല്ല ശ്യാം, നമുക്കത് വിധിച്ചിട്ടില്ല. ഇവിടുന്ന് വേഗം പോകൂ. അവരെ കണ്ടാൽ കൊന്നുകളയും. ഇല്ല ഇല്ല, ഞാൻ പോവില്ല. അവരെന്നെ കൊന്നോട്ടെ. എന്റെ കുയിലിനെയും കൊണ്ടേ ഞാൻ പോവൂ. ഞാൻ പോവില്ല. ഞാൻ കാല് പിടിക്കാം. ദയവ് ചെയ്ത് പോകൂ. കുയിലെ, 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 കുയിലെ. ചിദംബരം ഈ രൂപയോടെ ഏൽപ്പിക്കാൻ പറഞ്ഞു. വളരെ നന്ദി. കുയിലെ. അയ്യോ, കള്ളൻ, കള്ളൻ, കള്ളൻ. ഞാൻ ഈ രാത്രി മുഴുവൻ ഇവിടെ ഇരിക്കും. കഴിഞ്ഞതെല്ലാം ഓർത്ത് വെളുക്കോളം കരയും. നേരം വെളുക്കുമ്പോ ഈ എന്റെ കുയിൽ മറ്റൊരു കൂട്ടിലേക്ക് പറന്നു പോവും. പിന്നെ പിന്നെ താലികെട്ടിന്റെ കുരവ അകലെ കേൾക്കുമ്പോ ഞാനിവിടെ മരിച്ചു കിടക്കും. എന്നെ ഓർത്ത് കരയാൻ ശങ്കുണിമാവ് മാത്രം ഉണ്ടാവും. നീയും കരയുമായിരിക്കും, ഇല്ല ചിപ്പു? ഉദിക്കുന്നത് വരെ നീ എനിക്ക് സമയം തരും. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മീനു നിന്റേതാവും. നിങ്ങളുടെ വിവാഹത്തിന്റെ മണിനാഥം ഇവിടെ കേൾക്കണം. ഒരു പക്ഷേ എനിക്ക് മരിക്കേണ്ടി വന്നാൽ. കൊടുക്കണേ. താലി എടുത്തു കൊടുക്കണം. ആദ്യം അറിയുന്നവർ ആരായാലും ചാവാൻ തയ്യാറായിക്കോണം. വരൂ, എനിക്ക് ശ്യാം അമ്പലത്തിൽ വേഗം എത്തിയിട്ട് ആത്മഹത്യ.